ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ടീക്കന്മാരുടെ ധ്യാനത്തിന് ടോക്കിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ, ചതിക്കരുത്, നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. കുടുംബ പ്രാർത്ഥന നിയോഗം വെക്കണം, ഇടയ്ക്ക് ഉപവാസം എടുക്കണം കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞ ഇന്നലത്തെ ടോക്കി പറഞ്ഞായിരുന്നു, നമ്മൾ ഒരുമിച്ച് നന്മറിഞ്ഞവരെങ്കിൽ ചെല്ലിയായിരുന്നു. കുർബാന കാണും, കുർബാനയെ സംബന്ധിക്കുമ്പോൾ നിയോഗം വെക്കണം. ടീക്കന്മാരുടെ ധ്യാനം വലിയൊരു അനുഗ്രഹമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പിന്നെ പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞും ചൊല്ലി മീഡിയയിലൂടെയുള്ള ഈ ശുശ്രൂഷ ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാം ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെയാണ് ഇതെല്ലാം കൃപയായി മാറുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ധാരാളം സാക്ഷ്യങ്ങൾ. ഇനി 100ാമത്തെ എപ്പിസോഡ് വരാൻ പോവല്ലേ. മീൻസ് എല്ലാ 100ലും ഒരുപാട് മക്കളില്ലാത്ത ദമ്പതികൾക്കും അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ഉള്ളവർക്ക് വിശ്വാസ ചെയ്ത അത്ഭുതങ്ങള്, സാക്ഷ്യങ്ങളൊക്കെ ഒരു 100ാമത്തെ എപ്പിസോഡിൽ 3-4 ദിവസം മുമ്പ് തുടങ്ങാൻ നമുക്ക് കേട്ടോ. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. പ്രിയമുള്ള സഹോദരങ്ങളിൽ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് 2 രാജാക്കന്മാർ 3:12 തലക്കെട്ട്. 2 Kings chapter 3:12. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവഹിതം അറിയാനുള്ള മാർഗം എന്നതിനെ കുറിച്ചാണ്. വചനം ഇതാണ്: യഹോഷാഫാത്ത്. അതിന്റെ പശ്ചാത്തലം ആദ്യം പറയാം. അതായത് യഹോഷാഫാത്ത് ഒരു രാജാവാണ്. അതേപോലെ ഇസ്രായേലിന്റെ വേറെ ശരിക്കും ഒരു രാജാവാണ് യോറാം എന്ന് പറഞ്ഞ രാജാവ്. പിന്നെ ഏദോം രാജാവ്. മൊവാബ് രാജാവ് ഈ ഇസ്രായേലിനെതിരെ പോവാണ്. അപ്പോൾ എന്ത് ചെയ്തു? യഹോഷാഫാത്ത് എല്ലാവരും കൂടി ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരിക. അങ്ങനെ ഇവർ ഒരുമിച്ച് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ വെള്ളമൊക്കെ കിട്ടാറായി ഇച്ചിരി പട്ടണത്തിലേക്ക് എത്തുന്ന സ്ഥിതിയായി. അപ്പോൾ യഹോഷാഫാത്ത് ചോദിക്കുകയാണ്, ദൈവഹിതം അറിയേണ്ടതിന് ഒരു പ്രവാചകനൊന്നും ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ അവർ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്, അതായത് ആ ഒരു ദൂതൻ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്ന എലീഷ എവിടെയുണ്ടെന്നൊക്കെ പറയും. ഇതൊന്നും ഇപ്പൊ ഈ പറയുന്ന 3:12 ഉള്ളതല്ല പശ്ചാത്തലം. എലീഷ എവിടെയുണ്ടെന്ന് പറയാ. ഉടനെ യഹോഷാഫാത്ത് പറഞ്ഞു, കർത്താവിന്റെ വചനം അവനോട് കൂടെയുണ്ട്. കർത്താവിന്റെ വചനം അവനോട് കൂടെയുണ്ട്. അടുത്ത വാക്ക് എന്താണെന്നറിയാം എന്റെ സഹോദരങ്ങളെ? ഇസ്രായേൽ രാജാവും യഹോഷാഫാത്തും ഏതോ രാജാവും അവന്റെ അടുത്തേക്ക് പോയി എന്നുള്ളതാണ്. മനോഹരമാണ് ഈ വചനം. അപ്പൊ അതുകൊണ്ട് ചോദ്യം എന്നതാ, നമുക്ക് യുദ്ധത്തിന് പോയാൽ വിജയിക്കുമോ വേണ്ടായോ എന്നുള്ളൊരു ദൈവഹിതം അറിയണം. അപ്പൊ ദൈവഹിതം അറിയാൻ വേണ്ടി പ്രവാചകന്മാരൊന്നും ആരും ഇവിടെ ഇല്ലെന്ന് ചോദിച്ചു കഴിയുമ്പോൾ പറയാണ്, ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്ന ഷാഫാത്തിന്റെ മകൻ ഒരു ഏലീഷ അവിടെ ഉണ്ടെന്നൊരു ദൂതൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യഹോഷാഫാത്ത് രാജാവ് പറഞ്ഞൊരു കമന്റ് കേട്ടോ: കർത്താവിന്റെ വചനം അവനോട് കൂടെയുണ്ട്. ഉടനെ ഇവര് 3 പേരും കൂടെ